ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് 1.5 മണിക്കൂറാണ് സമയമുള്ളത്. 40 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇത് ഒരു ജൽ ബാങ്ക് എന്നുള്ള ആ പാഠഭാഗത്ത് നിന്നുള്ളൊരു പാസേജാണ്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. യദി സച്ച് മേ പാനി കി ജരൂരത്ത് ഹേ തോ ലോൺ ലേ ലേ, ബസ് ആപ്കാ മകാൻ रहन रहेगा, तुरंत 50,000 ले, आपका क्षण मंजूर, आपको हर महीने 5,000 मूल और 1,000 भरना है, बूंद भरना है. അപ്പം നമുക്ക് ആ ചോദ്യം നോക്കാം. ജൽ ബാങ്ക് से लोन लेने के लिए क्या रहन रहेंगे, जमीन, मकान, गहने, गाड़ी. എന്താണ് ഇവിടെ? മക്കാൻ എന്നാണ് ശരിയായ ഉത്തരം. മക്കാൻ രഹൻ രഹേഗ. ഇനി അടുത്തത് ജൽ ബാങ്ക് കിസ് ആശയ പർ ആധാർ ഹെ. അപ്പോൾ ഇതിൻ്റെ ഒരു ആശയം എന്താണെന്നാണ് ചോദിച്ചത്. ധർത്തി ജൽ കാ ബിനാ സമ്പന്ന രഹേഗി, ജൽ കാ മൂല്യ ബഹുത് കം ഹെ, ജൽ കാ സംരക്ഷൺ കർണ ജരൂരി ഹെ. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ജൽ കാ സംരക്ഷൺ കർണ ജരൂരി ഹെ. ജലത്തിൻ്റെ സംരക്ഷണം ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്ത 6 മഹീനെ 5. ഇനി അടുത്ത ചോദ്യം നോക്കാം. ജൽ ബാങ്ക് കാ ക്ഷൺ മൻസൂർ होने के बाद हमें क्या करना पड़ेगा. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. क्या करना पड़ेगा, आपकी हर महीना 5,000 मूल और 1,000 सूद भरना है. അപ്പോൾ നമ്മുടെ ഉത്തരം അതാണ്. 6 മഹീന 5,000 മൂൽ और 1,000 सूद भरना है. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം. ജില്ലാ പഞ്ചായത്ത് നേതൃത്വമേ. അപ്പോൾ മാർച്ച് 22 എന്താണ്? ജൽ ഹി ജാൻ ഹി വിഷയ पर एक संगोष्ठी होने वाली है, माननीय जल शक्ति मंत्री उद्घाटन करेगी, इसके लिए एक पोस्टर तैयार करें. അപ്പോൾ മാർച്ച് 22 ജലദിനമാണ്. അതിന് ഒരു എന്താ പറയുക, മാനനീയ ജലശക്തി മന്ത്രി ഉദ്ഘാടനം. അപ്പോൾ ആരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്? സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജലശക്തി മന്ത്രിയാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അല്ലെങ്കിൽ ജൽ സംരക്ഷയ്ക്ക് ആവശ്യകത വിഷയപ്പർ ഏക ടിപ്പണിയിലേക്ക്, അല്ലെങ്കിൽ ജല സംരക്ഷണത്തിൻ്റെ ആവശ്യകത എന്നതിനെക്കുറിച്ച് ഒരു ടിപ്പണി എഴുതാനാണ്. അപ്പോൾ ആ ടിപ്പണിയിൽ നിങ്ങൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജൽ ജീവൻ കാ ആധാർ, ജൽ കാ സമുചിത ഉപയോഗ, ജൽ ഖേതോ കാ സംരക്ഷण, സ്രോതോं का സംരക്ഷण, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അപ്പോൾ ഒന്നുകിൽ ടിപ്പണി അല്ലെങ്കിൽ പോസ്റ്റർ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ടിപ്പണിയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പോസ്റ്റർ ഒന്ന് നോക്കാം. നമുക്ക് ജില്ലാ പഞ്ചായത്തിക്ക് നേതൃത്വം. ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ജില്ലാ പഞ്ചായത്തിക്ക് നേതൃത്വമേ സംഗോഷ്ഠി, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വിഷയം തന്നിട്ടുണ്ട്, ജൽ ഹി ജീവൻ ഹെ. പിന്നെ താരീഖ്, സമയ, സ്ഥാനം, ഇത് നമ്മൾ എഴുതി കൊടുക്കുക. അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. താരീഖും സമയവും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. താരീഖ് മാർച്ച് 22. അപ്പോൾ സമയം നമ്മൾ സുബഹ് 5 ബജെ എന്ന് എഴുതുക. സ്ഥാൻ ജില്ലാ പഞ്ചായത്ത് സഭാഭവൻ. ഉദ്ഘാടനം ആരാന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും എഴുതുക. വിഷയ പ്രസ്തുതി ജിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഭാഗ് ലേ ലാഭ് ഉടാവേ സബ്കാ സ്വാഗതം. അപ്പോൾ സബ്കാ സ്വാഗത് മസ്റ്റാണ്. അപ്പോൾ സബ്കാ സ്വാഗതം എഴുതാൻ മറന്നു പോകരുത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ബോക്സൊക്കെ വരച്ച് നല്ല വൃത്തിയിൽ എഴുതിയിട്ട് 4 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ നമ്മൾ അറിയാവുന്നവരൊക്കെ ഇത് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ജലസംരക്ഷണയ്ക്ക് ആവശ്യകത എന്ന് പറയുമ്പോൾ അത് നമ്മൾ കുറച്ച് പഠിച്ച് എഴുതേണ്ട കാര്യമാണ്. നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് 4 മാർക്ക് സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് ജലസംരക്ഷയ്ക്ക് ആവശ്യകത എന്നതിനെക്കുറിച്ച് എന്തൊക്കെ എഴുതാം? ജൽ പ്രകൃതി കാ വരദാൻ ഹെ. ജലം എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയുടെ ഒരു ദാനമാണല്ലേ. ജൽ കെ ബിനാ ധർത്തി മേ ജീന മുഷ്കിൽ ബൻ ജാതാ ഹെ. അപ്പോൾ ജലമില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മുഷ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ട്. समय समय पर बरसात के ज़रिए तथा
नदी तालाब नाले झरने समुद्र कुएं आदि से प्रकृति हमें आवश्यകത ജൽ देता है. അപ്പോൾ സമയം पर ബർസാത്ത് എന്ന് പറഞ്ഞാൽ സമയാസമയങ്ങളിലുള്ള മഴ മൂലം എവിടെയൊക്കെ വെള്ളം നിറയും? നദി, താലാബ്, സമുദ്ര, കുവേ എന്ന് പറഞ്ഞാൽ കിണർ, ഇവിടെയൊക്കെ വെള്ളം നിറയും. അതുകൊണ്ട് നമ്മുടെ ആവശ്യകതകളൊക്കെ അങ്ങനെ നടന്നു പോകുന്നു. पीने, नहाने, सफाई करने, निर्माण कार्य, खेती, खाना पकाने, गानों के लिए, बिजली के उत्पादन आदि के लिए हम जल का इस्तेमाल करते हैं. അപ്പോൾ നമുക്ക് എല്ലാ ആവശ്യത്തിനും എന്ത് വേണം? വെള്ളം വേണമല്ലോ. പീനെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിക്കാൻ. നഹാനെ എന്ന് പറഞ്ഞാൽ കുളിക്കാൻ. സഫായി കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയാക്കാനും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. ഖേത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി കാര്യങ്ങൾക്ക്. പക്കാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം പാകം ചെയ്യുന്നതിന്. കാർഗാനോക്കെ ലിയെ, ബിജിലിക്ക് ബിജിലി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? നമുക്ക് വെള്ളം വേണം. ജലയ്ക്ക് ആവശ്യകത ദിൻ ബഡ്തി ജാതി ഹെ. അപ്പം ജലത്തിൻ്റെ ആവശ്യകത ദിവസം തോറും കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? കൂടി വരികയാണ്. ബഡ്തി ജാ രഹി ഹെ എന്ന് പറഞ്ഞാൽ കൂടി വരികയാണ്. ലേക്കിൻ യഹ് സമച്ച് ബിന ഹം ബഡി മാത്രമേ ജൽ കാ ദുരുപയോഗ കർത്തേ ഹെ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്താണ്? ജലത്തിൻ്റെ ദുരുപയോഗം നടത്തുകയാണ്. തഥാ ജലസ്രോതോക്ക നാശ് കർ രഹേ ഹെ, അല്ലെങ്കിൽ ജലസ്രോതസ്സിൻ്റെ നാശത്തിന് കാരണമാവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും സെൻറ്റൻസൊക്കെ എഴുതിയാൽ മതി. ഇവിടെ മുതൽ ഇവിടം വരെ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് 2 നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഇൻസാൻ ശബ്ദക്ക സമാനാർത്ഥ ശബ്ദ ചുരുക്കൽ. ഇൻസാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ബുദ്ധിമാനാണോ, ഗുരുവാണോ, മാനവാണോ, ഷഹൻഷാ ആണോ? എന്താ ശരിയോ ഉത്തരം? മാനവ് എന്നാണ്. മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഇനി ഹം കി സ്ഥാൻ പർ മേ കാ പ്രയോഗ കർക്കെ വാക്യക്ക് പൂർത്തീകരിക്കുക. ഹം എന്നുള്ള സ്ഥാനത്ത് മേ ചേർക്കാനാണ്. ഹം ഖുഷി സെ രഹ് സക്തേ ഹെ, മേ ഖുഷി സെ രഹ് സക്തേ ഹും എന്നാണ്. മേ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മേ വരുമ്പോൾ നമുക്ക് ഹും ആണ് ഇവിടെ ചേർക്കേണ്ടത്. മേ ഹും. ഓക്കെ. തും വന്നിട്ടുണ്ടെങ്കിൽ ഹോ ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് പിരമിഡാണ്. വളരെ എളുപ്പമാണ്. 2 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്നതാണ്. കോഷ്ടയ്ക്ക് സെവന്ത് പിരമിഡ് പൂർത്തീകരിക്കുക. അപ്പോൾ പിരമിഡ് പൂർത്തിയാക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഖുഷീസെ അച്ചയും. അപ്പോൾ ഹം ജിയെങ്കിൽ ഹം ഇൻസാൻ ബൻകർ ജിയെങ്കിൽ. ഇനി നമ്മൾ എന്ത് എഴുതണം? ഹം അച്ഛേ ഇൻസാൻ ബൻകർ, നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കും അല്ലേ? ഹം അച്ഛേ ഇൻസാൻ ബൻകർ ജിയെങ്കിൽ. ഹം അച്ഛേ ഇൻസാൻ ബൻകർ ഖുഷീസെ ജിയെങ്കിൽ, നല്ല മനുഷ്യനായിട്ട് സന്തോഷത്തോടെ ജീവിക്കും. അപ്പോൾ അച്ഛേ ഇൻസാൻ ഇവിടെ ചേർക്കുക, ഖുഷീസെ ഇവിടെ ചേർക്കുക. ഇനി നമുക്ക് ഇസ് ബാരിഷ് മേ കവിതാക്കെ പങ്ക്തിയാം പഠ ഓർ ഉത്തർ ദേ. അപ്പോൾ ഇനി ബാരിഷ് എന്ന് പറഞ്ഞുള്ള ആ ഒരു കവിതയിലെ പങ്ക്തിയാം വരികൾ വായിക്കാം. അഖിലി ഫസൽ ഹോത്തി സബ് ചുക്താ കർ ദൂംഗ അബ് തോ മേരി छूटी ये गुजारिश भी चली गई उसी के पास तब मेरी बारिश भी चली गई. അപ്പം ചോദ്യം നോക്കാം. വർഷയ്ക്ക് ലിയ കവിതാമേ പ്രയുക്ത ശബ്ദ കോൺസ ഹെ. വർഷ എന്ന് പറഞ്ഞാൽ എന്താ? മഴ. മഴയ്ക്ക് പകരം ഇവിടെ ഉപയോഗിച്ച ശബ്ദം വാക്ക് ഏതാണ്? ഗുൻസാരിഷ്, ബാരിഷ്, ഫസൽ, ചൂട്ടി. അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ട് മുതൽ പഠിക്കുന്നതാണ്. ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴയാണ്. ഇനി അടുത്ത കവി ഓർ കവിതാക്കെ പരിചയ ദേത്തെ ഹുയെ ഈ പങ്ക്തിയൊക്കെ ആശയലിഖ. ഇനി ഈ ഒരു പങ്ക്തിയുടെ വരികളുടെ ആശയം എഴുതാനാണ്. ഓക്കെ. प्रस्तुत पंक्तियाँ हिंदी के प्रमुख कवि नरेश सक्सेना की सुंदर कविता इस बारिश में से ले गई है. അപ്പോൾ നമ്മൾ ആദ്യം കവിയുടെ പേരും കവിതയുടെ പേരൊക്കെ എഴുതണം. അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായല്ലോ? നരേഷ് സക്സേനൻ്റെ കവിതയാണ്. ഓക്കെ. इसमें एक किसान की ദയനീയ ദശക വർണ്ണം ഗാത്ത ഹെ. അപ്പോൾ ഇതിലെന്താണ്? ഒരു കിസാൻ, ഒരു കർഷകൻ്റെ ദയനീയമായ ജീവിതമാണ് ഇത് വരച്ച് കാട്ടുന്നത്. കിസാൻ കി ഭൂമി ചീൻ ലി ഹെ. അപ്പോൾ കിസാൻ കി ഭൂമി ചീൻ ലി ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചെടുക്കപ്പെട്ട് കൈവശപ്പെടുത്തിയിരിക്കുന്നു. കൃഷിക്കാരൻ്റെ ഭൂമി ആരോ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഹത്ത് ബാരിഷ് കെ ഇസ്കെ പാസ് സേ കെയി. പിന്നെ അതേപോലെ തന്നെ ബാരിഷ് മഴയും ഇവരുടെ അടുത്ത് നിന്ന് പോയി. അഖിലെ ഫസൽ ഓനെ പർ കൈ ചുക്കാനെ കി കിസാൻ കി ചൂട്ടി പ്രതീക്ഷ ബി നഹി ഗരം. അപ്പോൾ ഇനി അടുത്ത ഫസൽ ഹോനയ്ക്ക് കൈ ചുക്കാനൊക്കെ, ഇനി അടുത്ത എന്താണ് വിളകളൊക്കെ എന്താ ചെയ്യും അതിനെ പറ്റിയിട്ടുള്ള പ്രതീക്ഷയൊന്നുമില്ല. കിസാനോക്കെ സെമീൻസെ അട്ടിട്ട് സംബന്ധ ഹെ.
जमीन को नष्ट होने पर किसानों को अस्तित्व भी नष्ट हो जाते हैं, वह इससे जीने का സപ്പിന छीन लेती है. അപ്പോൾ ഒരു കിസാൻ എന്ന് പറയുന്നത് കർഷകന് ജമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമീൻ ഭൂമിയുമായിട്ട് നല്ല അഭേദ്യമായ ബന്ധമാണുള്ളത്. അപ്പോൾ ജമീൻ നഷ്ട ഹോനെ പർ ഭൂമി നഷ്ടമായാൽ എന്താണ് കിസാനൊക്കെ അസ്തിത്വ ബി നഹി, പിന്നെ കിസാൻ കർഷകരില്ല അവിടെ. നഷ്ട ഹോ ജാഹേ ഉസ്കെ ജീനെ കി സപ്നെ ചീൻ ലഗി. അപ്പം ജീവിക്കാനുള്ള അവരുടെ സ്വപ്നങ്ങളൊക്കെ ചീൻ ലഗി എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയി അവരുടെ അടുത്തുനിന്ന് പിടിച്ചടക്കി എന്നാണ് പറയുന്നത്. ഇസ് പ്രകാർ ആജ് കെ കിസാൻ കി കാരുണിക് ദശ ഓർ സജീവ് ചിന്ത ചിത്ര കവിനെ കീച്ച ഹെ. അപ്പോൾ ഒരു കർഷകൻ്റെ എല്ലാ വിഷമതകളും ആകുലതകളുമാണ് കവി ഇതിൽ പറയുന്നത്. അപ്പോൾ അത്രയും നോക്കാം. പിന്നെ ഉസ്നേമിൻ നിഹിത് സർവനാണ്. ഉസ്നെ എന്ന് പറയുന്നത് എന്താണ്, വഹാണോ അമ്മാണോ യഹാണോ വരുന്നത്. ഉസ് എന്ന് പറയുമ്പോൾ വഹാണ്. അപ്പോൾ എന്താണ് ഉത്തരം, വഹാണ്. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. എന്താണ്, ഉസ്നെ മുഖ ഫിര ലേ ഓർ ചൽ ദിയ ക്യോं? वह इंसान से डरता है, उसे दूसरों की दया नहीं चाहिए, उसे सफ़ेद गुड़ पसंद नहीं है, दुकानदार उससे पैसा मांगा. उत्तर എന്താണ്, उससे എന്താണ് दूसरों की दया नहीं चाहिए. ओके, उसे दूसरे की दया नहीं चाहिए. इन्हीं घर पहुंचकर लड़के ने माँ को दुकान की कठिनाई बताई. माँ और लड़के के बीच की संभावित बातचीत लिखे. കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പം വീട്ടിലെത്തി അമ്മയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ ഒരു സംസാരം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. അമ്മ പറയാണ്, ക്യാ ഓവാ ബേട്ട തും ഇത്തിന ഉദാസ് ക്യോം? എന്താ പറ്റിയത്, നീ എന്തത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ലടുക്ക പറയാം, ആജ് തുമ്നെ മുജെ നമുക്ക് ഖരീദിന ബേജാത്താന. താങ്കൾ എന്നെ, നമുക്കെന്ന് പറഞ്ഞാൽ എന്താ, ഉപ്പ് വാങ്ങാൻ പറഞ്ഞയച്ചിരുന്നില്ലേ? രാസ്തമേ ഗൂഡ് ഖരീദിനെ കെ മേ ഭഗവാൻ സെ പൈസ മാങ്കാർ ചൽ രഹാ താ. അപ്പോൾ അമ്മയ്ക്ക് മുത്താബ്, അപ്പോൾ ധർത്തി സെ മുझे एक അഗ്നി മിലി. ഭൂമിയിൽ നിന്ന് എനിക്ക് താഴെ നിന്ന് എന്ത് കിട്ടി, ഒരു അഗ്നി കിട്ടി. ഉസ്സെ തുമ്നെ ക്യാ കിയാ, നീ എന്ത് ചെയ്തു? മേ ഉസ്സെ സഫേദ് കൂട്ട് ഖരീദിനെ ദുക്കാൻ പഹഞ്ച. ഞാൻ അതുകൊണ്ട് ഒരു സഫേദ് കൂട് വാങ്ങാൻ വേണ്ടിയിട്ട് എവിടെ എത്തി? ഷോപ്പിലെത്തി. ദുക്കാൻ പഹഞ്ച. ലേക്കിൻ അഗ്നി ധനിയെ കെ ഡിബ്ബെ മേ ഗിർ പടേ. പൻസാരിനെ ബഹുത്ത് ടട്ടോല പർ നഹി മില. അത് വീണുപോയി. മാ ജാനെ ദോ ബേട്ട, പോട്ടെ ലടുക്ക. പൻസാരിനെ മുझे ഉൻകി ഓർ സെ ഗൂഡ് ലേനേക്കോ കഹ. അപ്പം എന്ത് പറഞ്ഞു, നീ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞു. പർ മൻ നഹി ഹുവ, പക്ഷേ എനിക്ക് കാര്യങ്ങൾ നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഫോളോ ചെയ്യുന്നത്. നിർബന്ധമാണ്. സ്ഥാനം അതേപോലെ താരിഖും എഴുതുക. പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ എഴുതണം. പിന്നെ ഇതിനൊരു ഉപസംഹാരം വേണം, അതും എഴുതുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ചാർ സഹി പ്രസ്താവ് ചുൻകൽ. ഇതിന് ശരിയായ 4 പ്രസ്താവനകൾ ഇതിന് വളരെ എളുപ്പമാണ്, 4 മാർക്ക് കിട്ടും. സന്തോഷ് യാദവ് ബച്പൻ സെ ഹി നിഡർത്തി. സന്തോഷ് യാദവ് में जिज्ञासा नहीं थी. एक पर्वतारोही के संतुलित दिमाग वाला होना है. संतोष यादव में हिमालय पर चढ़ने की इच्छा थी. एवरेस्ट पर चढ़ना पर्वतारोही के लिए खूबसूरत अनुभूति है. संतोष यादव एवरेस्ट की चोटी पर नहीं पहुंची थी. അപ്പോൾ നമുക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാവില്ല ഇതിൽ കറക്റ്റ് ഏതൊക്കെയാണ്. സന്തോഷ് യാദവ് ബച്പൻ में ही निडर थी. एक पर्वतारोही के संतुलित दिमाग वाला होना है. संतोष यादव की हिमालय पर चढ़ने की इच्छा थी. एवरेस्ट पर चढ़ना पर्वतारोही के लिए खूबसूरत अनुभूति है. അപ്പോൾ ഇത്രയാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇതാണ് കറക്റ്റ് 4 ചോദ്യത്തിൻ്റെ ഉത്തരം. വളരെ എളുപ്പമാണ് ഹിന്ദി എക്സാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാതെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക.
ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊന്നും ഇനി അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളവർക്കും അത്യാവശ്യം മാർക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം ചോദ്യത്തിൻ്റെ മിക്കവാറും ഉത്തരങ്ങളൊക്കെ ക്വസ്റ്റ്യൻസിലുണ്ട്. പിന്നെ നമ്മൾ ഡയറി ലെറ്റർ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോട്ടീസൊക്കെ വരിക വെച്ചാൽ വളരെ എളുപ്പമാണ്. കാരണം ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ ഉണ്ടാവും അതിൻ്റെ ആൻസർ. അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇനിയിപ്പോൾ ലെറ്ററും അങ്ങനെയൊക്കെ വരികയെന്ന് വെച്ചാലാണ് അപ്പോഴും നിങ്ങൾ ഡേറ്റും പ്ലേസും അതേപോലെ സല്യൂട്ടേഷനും ഒക്കെ എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.